ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളൊരു ഡേ മൈ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 8 മണി 8:30 ഒക്കെ ആയപ്പോഴാണ് നീറ്റത് കേട്ടോ. നീറ്റ് നേരെ പോയി ബ്രഷൊക്കെ ചെയ്ത് നേരെ കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരെ മുറ്റം അടിക്കാൻ നിന്നു. ബബ്ലുവിനാണെങ്കിൽ അവൾക്ക് അടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാശിയായിരുന്നു കേട്ടോ ആ സമയത്ത്. അമ്മ അച്ഛന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സഞ്ചി കൊടുക്കാൻ പറയുന്നുണ്ട്. ഓണമൊക്കെ അല്ലേ, വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് തേങ്ങ അങ്ങനത്തെ ഒക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ പറഞ്ഞു വിട്ടു. പിന്നെ ഇതേ ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നേരെ പോയി പൂവുണ്ടായിരുന്നില്ല, തലേ ദിവസം പൂ കട്ട് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പൂവൊക്കെ വെച്ചിട്ട് തന്നെ പൂവിടാമെന്ന് വിചാരിച്ചു. പിന്നെ പൂവുണ്ടായിരുന്നു, നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പൂവും കൂടി വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ ബാക്കി പൂ പൊട്ടിച്ചിട്ട് വരാമെന്ന് കേട്ടോ. ബാ അവിടെ പാമ്പിനെ കണ്ടതാട്ടാ. അങ്ങനെ നമ്മൾ പൂവൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിൽ കൊടുന്ന് വെച്ചോട്ടാ. നമ്മുടെ 10 മണി ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയാണ് 10 മണി 2 കളറിലായിട്ട് നിൽക്കണ കാണാനുണ്ട. അങ്ങനെ പിന്നെ മന്ദാരം അതും പൊട്ടിച്ചു. തെച്ചിപ്പൂവും പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ കളറ് വേറൊരു കളറുള്ള പൂ, ഒരു പിങ്കല്ല റോസ് കളറായിട്ടുള്ളൊരു തെച്ചില്ലേ, ആ ഒരു കളർ കൊടുത്തു. പിന്നെ ചാണകം എടുത്തിട്ട് ചാണകം മെഴുകി
എന്നിട്ട് നമ്മൾ പൂവൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പത്തിന് അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ പൂവായിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ വെറൈറ്റി ആയിട്ടുള്ള പൂവുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള നമ്മുടെ മുട്ടും പൂവും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മുട്ട് തന്നെ ഞാൻ എടുത്തിട്ട് നമ്മുടെ പൂക്കളത്തിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഈ ഒരു പൂവുണ്ടല്ലോ അപ്പോൾ ഞാൻ പിച്ചിടുന്ന അതിൻ്റെ ആ ഒരു മുട്ടാണത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പൂവിൻ്റെ ഇതളുകൾ എടുത്തപ്പോൾ ഈ വയലറ്റ് കളറും ആ ഒരു മുട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണ്ടുഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെണ്ടുമല്ലിയും മഞ്ഞപ്പൂവും എല്ലാം കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്തു. ബാക്കിയുള്ള പൂവ് പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ബബ്ലും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഇതേ നമ്മൾ നമ്മുടെ പൂക്കളിട്ടു. ഈ പൂക്കൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അടുക്കളയിൽ അത്യാവശ്യം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് വൃത്തിയാക്കാണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. അത് അധികം പൊള്ളച്ച് എന്താ പറയുക വലുതായി വരാത്തതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കുകയാണ്. ഒപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാണ് കേട്ടോ. ഇഡ്ഡലി അമ്മയും ഉണ്ണിയും ഒക്കെ കഴിച്ചു. അച്ഛനും എനിക്കൊക്കെ ദോശ ഉണ്ടാക്കി. പിന്നെ ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയി. വിഷ്ണുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് വെച്ചാൽ സൂപ്പർവൈസറാണ് റെഗുലറുള്ള. അപ്പോൾ അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെയുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കഴുകിയൊക്കെ വെച്ചു. അതുപോലെ ഉണ്ണിക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കാൻ. അങ്ങനെ അവനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവനെ റെഡിയാക്കി കൊടുക്കുകയാണ്. അവനെ റെഡിയാക്കി പാൽ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി. എന്നിട്ട് പിന്നെ മെഡിസിനൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. കണ്ടില്ല ഗൈസ്, കുറേ ഗുളിക ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കണം. ഇത് പനിയുടെ ഒരു സെക്ഷനും പിന്നെ പല്ലുവേദനയ്ക്ക് പിന്നെ അയൺ ഗുളിക, അങ്ങനെ ഒരു സെറ്റ് ഓഫ് 7 ഗുളികകളുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടിച്ചു വാരി തുടയ്ക്കണം. നമ്മൾ ഡ്രസ്സ് എടുത്തതൊക്കെ മുകളിലേക്ക് കയറ്റി വെച്ചു. പിന്നെ ഞാൻ പൊടിയൊക്കെ തട്ടിയിട്ട് നമ്മുടെ സെറ്റൊക്കെ നീക്കിയിട്ടിട്ട് ഫുൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടു. നന്നായിട്ട് കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ചയാണല്ലോ കുറച്ചധികം പണിയെടുത്തു കേട്ടോ. പിന്നെ അതേ ഫസ്റ്റ് കിച്ചൻ്റെ കോല എങ്ങനെയാണ് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഒരു ടാസ്ക്.
അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ അടക്കി ഒതുക്കി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചുവിട്ട്, അടിച്ചല്ല, അവിടെയൊക്കെ ഫുള്ള് തുടച്ചിട്ടു. എന്നിട്ട് പിന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ തുടച്ചിട്ടു, ക്ലീൻ ചെയ്തിട്ടപ്പോൾ ഇതുപോലൊക്കെ ആയിട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് അലക്കാൻ പോയി. അലക്കി നമ്മുടെ തോരട്ടിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയത് നമ്മൾ ഇങ്ങോട്ട് കൊടുന്നിട്ടു. പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കനും ചോറെടുത്തു. പിന്നെ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറി ഉണ്ടായിരുന്നു. അപ്പം മീൻ കറിയും ചിക്കൻ കറിയും പപ്പടം എടുത്ത് കുറച്ച് നേരം യൂട്യൂബ് ഒക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ചു. അമ്മയും അച്ഛനും കൂടിയിട്ട് ഗോൾഡ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഉണ്ണിക്കുള്ളതും അമ്മയ്ക്കുള്ളതും ആയിട്ടുള്ള ഗോൾഡ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. ഇനി കുറച്ച് നേരം ഉറങ്ങണം വെച്ചിട്ടാണ്, കുട്ടികൾ നീക്കുമ്പോഴത്തേനും കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പ്ലാനിങ് ചെയ്ത പോലെ നല്ല നടന്നത്. ഞാനിത് മടക്കി വയ്ക്കലും എൻ്റെ മോൻ നീറ്റ് അവന് പാല് കൊടുത്ത് ഒന്ന് സെറ്റാകുമ്പോഴത്തേനും അടുത്ത ആൾ നീക്കുകയാണ് ചെയ്തിട്ടാ. പിന്നെ കിടത്തൊന്നും ഉണ്ടായില്ല. എനിക്കാണെങ്കിൽ മടക്കി വയ്ക്കൽ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാറായിട്ടുണ്ട്. ഇതിപ്പോൾ റെൻറ്റിനുള്ള വീടാണല്ലോ. അപ്പോൾ ഈ വീട് വേറെ ആൾക്കാർ മേടിച്ചു ഓണേഴ്സിൻ്റെ നിന്ന്. അപ്പോൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വീടാണ്. ആ വീട് ഓണേഴ്സല്ല, വേറെ ആൾക്കാർ മേടിച്ചപ്പോൾ നമ്മളെ അടുത്ത് അവർ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുതിയ വീട്ടിലേക്ക് വേണം പോവാൻ. അപ്പം ഞാൻ ഇനി ആവശ്യമില്ലാത്ത കുറേ ചെറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ബബ്ലുവിന്. ആ ഡ്രസ്സൊക്കെ കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചൊന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. വീട്ടുകാരെല്ലാവരും സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂത്താളെ അമ്മയും അച്ഛനും കൊണ്ടുപോയിട്ടാ സിനിമ കാണാൻ. അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ മോനെ ഉറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വൈകുന്നേരത്ത് കുപ്പി സ്റ്റെറിലൈസ് ചെയ്യുക, ഫുഡ് അടിക്കുക, അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം.